നമസ്കാരം. പെരുമ്പാവൂർ മർച്ചൻ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ അനുസ്മരണ സമ്മേളനം പെരുമ്പാവൂർ യാത്രീ നിവാസിൽ നടന്നു. പെരുമ്പാവൂരിലെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അദ്ദേഹത്തെ അനുസ്മരിച്ചു. വാർത്ത കാണാം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റ് നമ്മളേറെ ബഹുമാനിച്ചിരുന്ന ടി നസറുദ്ദീൻ്റെ നിര്യാണം വ്യാപാര മേഖലയിൽ വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. 3 പതിറ്റാണ്ടായി ഈ വ്യാപാര മേഖലയിൽ വ്യാപാരികളുടെയും വ്യവസായികളുടെയും പൊതുസമൂഹത്തിൻ്റെയും ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. അത് പുതിയ തലമുറയ്ക്ക് വഴികാട്ടിയാണ്. അവസാന നിമിഷങ്ങളിൽ രോഗബാധിതനായിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടതെങ്കിലും അവസാന നിമിഷം വരെ വ്യാപാരികളുടെയും വ്യവസായികളുടെയും പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ആ കാര്യങ്ങളിൽ സമൂഹത്തെ മുന്നോട്ട് നയിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ നയിക്കുകയും വ്യാപാരികളുടെ അവകാശ സംരക്ഷണ നിയമങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുകയും വ്യാപാരികൾക്ക് ഒരു ഉന്മേഷവും ഊർജ്ജസ്വലതയും ഉണ്ടാക്കി കൊടുക്കുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞു. നമുക്കറിയാം, ഒരു കാലത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ സംബന്ധിച്ചിടത്തോളം, മെമ്പർമാരെ സംബന്ധിച്ചിടത്തോളം കടകളിൽ നിന്ന് കച്ചവടം ചെയ്യുന്നതിന് വളരെ ഭയപ്പാടോടുകൂടിയിരുന്നൊരു കാലഘട്ടമായിരുന്നു. ഒരു വശത്ത് സെയിൽസ് ടാക്സുകാരുടെ ശല്യം, മറുഭാഗത്ത് ചുമട്ടുതൊഴിലാളികളുടെ ശല്യം, അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുണ്ടാകുന്ന ശല്യങ്ങളൊക്കെ വ്യാപാരികളുടെ മുതുക്കത്തിൽ കയറിയിരുന്ന് ബുദ്ധിമുട്ടിക്കുന്നൊരു കാലഘട്ടത്തിൽ വളരെ സധൈര്യം അദ്ദേഹം മുന്നോട്ട് വന്ന് കേരളത്തിലെ മുഴുവൻ വ്യാപാരികളെയും സംഘടിപ്പിച്ചുകൊണ്ട് വ്യാപാരികൾക്ക് ഒരു ഊർജ്ജസ്വലമായ നേതൃത്വം കൊടുത്തുകൊണ്ട് വ്യാപാരികളെ ധൈര്യപൂർവ്വം അവരുടെ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അവർക്കെതിരായി വരുന്ന നിയമങ്ങളെ മുഴുവൻ മാറ്റുന്നതിന് വേണ്ടിയുള്ള സമരങ്ങൾ വഴിയോര കച്ചവടക്കാരെയും അതുപോലെ തന്നെ വികസനത്തിൻ്റെ പേരിൽ കുടിയൊഴിപ്പിക്കുന്ന കച്ചവടക്കാരെയും ഒക്കെ അവിടെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ സമരങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 1991 കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റും കോഴിക്കോട് ജില്ലയുടെ പ്രസിഡന്റും അതുപോലെ തന്നെ ഭാരതീയ വ്യാപാര മണ്ഡലിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റും കേരള മർക്കന്റൈൽ ബാങ്കിൻ്റെ ചെയർമാനും ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡിൻ്റെ കമ്മിറ്റി മെമ്പറും വ്യാപാര ക്ഷേമനിധിയുടെ ചെയർമാനും, അങ്ങനെ ഒട്ടനവധി ഗവൺമെൻറ് വ്യാപാരികൾക്ക് പല ഉപകാരങ്ങളും ചെയ്യാൻ കഴിയുന്ന കമ്മിറ്റികളിൽ അദ്ദേഹം മെമ്പറായിരുന്നു. പ്രിയപ്പെട്ട നേതാവ് ടി നസറുദ്ദീൻ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നേതാവ് നമ്മുടെ ഈ കാലത്ത് 30 വർഷക്കാലം നമ്മളെ പ്രസിഡൻ്റായിട്ട് നമ്മുടെ സമിതിയെ നയിച്ച, ഏത് പ്രതിസന്ധിയിലും നമ്മളോടൊപ്പം നമ്മുടെ കച്ചവടക്കാരുടെ ഒപ്പം നിന്ന് പടപൊരുതി നമുക്ക് വേണ്ട ഏത് അവകാശങ്ങളും നമ്മളോടൊപ്പം നിന്നുകൊണ്ട് തന്നെ പടപൊരുതി ജയിച്ച് ഇത്രയും നാള് നമ്മളോടൊപ്പം നിന്ന നമ്മുടെ പ്രിയങ്കരനായ നേതാവ് 30 വർഷം ഈ പ്രസ്ഥാനത്തെ നയിക്കുക മാത്രമല്ല ചെയ്തത്, ഈ പ്രസ്ഥാനത്തെ നെഞ്ചോടകത്ത് കൂടി നമ്മളോടൊപ്പം നിർത്തി. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ കേരളത്തിലെ വ്യാപാരി സമൂഹത്തിന് ആത്മാഭിമാനത്തോടുകൂടി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു നേതാവായിരുന്നു ടി നസറുദ്ദീൻ. അദ്ദേഹം 3 പതിറ്റാണ്ട് കാലം
30 വർഷക്കാലം കേരളത്തിലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ കരുത്തുറ്റ ഒരു പ്രസ്ഥാനമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ മാറ്റിയതിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെ വലുതാണ്. കോഴിക്കോട് മിഠായി തെരുവിൽ UP സ്റ്റോഴ്സ് എന്ന് പറയുന്ന അധികം വലുതല്ലാത്ത ഒരു കച്ചവട സ്ഥാപനം ആരംഭിച്ച് ഏകോപന സമിതിയുടെ പ്രവർത്തനം ആരംഭിച്ച് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിക്കുകയും പിന്നീട് അദ്ദേഹത്തെ കേരളം ശ്രദ്ധിച്ചത് കോഴിക്കോട് ചേംബർ ഓഫ് കൊമേഴ്സിൽ പ്രസിഡന്റായി അദ്ദേഹം നടത്തിയ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് സംസ്ഥാന നിലവാരത്തിൽ ഒരു അറിയപ്പെടുന്ന നേതാവായി അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവന്നത്. ആദരണീയനായ ശ്രീ E. നസറുദ്ദീൻ നമ്മളോട് വിട പറഞ്ഞിട്ടുണ്ട്. ബഹുമാന്യരായ മറ്റെല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഒരു മനുഷ്യൻ്റെ ജീവിതം സാർത്ഥകമാകുന്നത് അദ്ദേഹം നിലകൊള്ളുന്ന പ്രസ്ഥാനത്തിനും ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യയശാസ്ത്രത്തിനും വേണ്ടി ജീവിതാവസാനം വരെ ഉറച്ച നിലപാടുമായി മുന്നോട്ട് പോകാനും പതിനായിരക്കണക്കായ മനുഷ്യർക്ക് ചെറുതും വലുതുമായ വ്യാപാരികൾക്ക് അവരുടെ ജീവിതത്തിൽ ഉളവാകുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും ശരിയായ നിലയിൽ പറഞ്ഞാൽ വിജയശ്രീലാളിതമായ ജീവിതാനുഭവങ്ങൾ കൊണ്ടാണ് T. നസറുദ്ദീൻ കാലയവനികയ്ക്കുള്ളിൽ മറന്നിട്ടുള്ളത്. കേരളത്തിലെ വ്യാപാരികളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് മുൻപന്തിയിൽ നിന്നുകൊണ്ട് ശക്തമായി നേതൃത്വം നൽകിയ T. നസറുദ്ദീൻ 1984 കോഴിക്കോട് ജില്ലാ പ്രസിഡന്റായും 85 സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും 91 മുതൽ ഈ 52 വർഷത്തോളം സംസ്ഥാന പ്രസിഡന്റായും വ്യാപാര സമൂഹത്തിന് വേണ്ടി എന്നും നിലകൊണ്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ദേവവിയോഗത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ അനുശോചനം രേഖപ്പെടുത്തുന്നു. കോഴിക്കോട് P. മുഹമ്മദ് സാഹിബിൻ്റെയും അസ്മാദിയുടെയും 6ാമത്തെ മകനായി ജനിക്കുകയും ബ്യൂട്ടി സ്റ്റോഴ്സ് എന്ന ചെറുകിട സ്ഥാപനത്തിൽ തുടങ്ങുകയും ചെയ്ത വലിയ മനുഷ്യൻ. 84 വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായി 91 മുതൽ 30 വർഷക്കാലം ഈ സംഘടനയെ കരുത്തുറ്റ രീതിയിൽ നയിച്ച വിപ്ലവ നായകനായിരുന്നു നമുക്ക് കിട്ടിയിരിക്കുന്ന ശ്രീ E. നസറുദ്ദീൻ. ഇന്ന് കേരളത്തിൽ സത്യത്തിൽ ഒരു ഹർത്താലാണ്. നമ്മൾ ആലോചിക്കേണ്ട വലിയൊരു വിഷയം, ചിന്നിച്ചിതറിക്കിടന്ന കേരളത്തിലെ ചെറുകിട വ്യവസായികളെ വലിയ വ്യവസായികളൊക്കെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുക, ഓരോ യൂണിറ്റ് തലത്തിൽ പോലും ആ സംഘടന ഒരു കമ്മിറ്റി ഉണ്ടാക്കുവാൻ നേതൃത്വം കൊടുത്ത വലിയൊരു സംഘാടകനായിരുന്നു നമ്മൾ തിരിഞ്ഞു പോയ ശ്രീ നസറുദ്ദീൻ. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ T. നസറുദ്ദീൻ സാഹിബ് വ്യാപാര സമൂഹത്തിൻ്റെ നെടുംതൂണായ അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പങ്കുചേരുകയും പരേതിൻ്റെ ആത്മാവിന് വിദ്യശാന്തി ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും വ്യാപാര സമൂഹത്തിൽ നിന്നുള്ള ദുഃഖം കഴിപ്പിക്കുന്നു. വ്യാപാരി സുഹൃത്തുക്കളെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ കഴിഞ്ഞ 30 വർഷം നയിച്ച അതിൻ്റെ അമരക്കാരനായിരുന്ന T. നസറുദ്ദീൻ സാഹിബിനെ അനുസ്മരിക്കാനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെയായിട്ടാണ് നമ്മളിവിടെ എല്ലാവരും ഒന്നിച്ചുകൂടിയിരിക്കുന്നത്. കഴിഞ്ഞ 30 വർഷത്തെ വലിയ മഹത്തായ പ്രവർത്തനങ്ങൾ കൊണ്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയെ ജനകീയമാക്കിയ ഒരു മഹാനായ ഒരു സംഘാടകനായിരുന്നു T. നസറുദ്ദീൻ. വ്യത്യസ്ത ആശയക്കാരും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധാനം ചെയ്യുന്നവരുമായ കച്ചവടക്കാരെ ഒരു അമ്പർണ കീഴിൽ അണിനിരത്തി
അവർക്ക് വേണ്ടിയുള്ള അവകാശ പോരാട്ടങ്ങളിൽ മുന്നിൽ നയിച്ച മഹാനായ ടി നസറുദ്ദീൻ, അദ്ദേഹത്തിൻ്റെ വിയോഗം തീർച്ചയായിട്ടും കേരളീയ പൊതുസമൂഹത്തിന് തന്നെ ഒരു കനത്ത നഷ്ടമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്തത് ആദ്യമായിട്ട് എൻ്റെ ഓർമ്മ ചെയ്യാൻ പാലക്കാട് വെച്ചിട്ടാണ്. ഇത്രയും ആളുകളും ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയായിരുന്ന കെ.എം. മണിക്കാണ്. ധനകാര്യമന്ത്രിയെ സ്റ്റേജിലെത്തി ഇദ്ദേഹം പിന്നെ പ്രശ്നത്തിൽ ഇദ്ദേഹം സൂചിപ്പിച്ചു 10 ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ വ്യാപാരികൾ, 50 ലക്ഷത്തോളം വരുന്ന അവരെ ആശ്രയിച്ച് കഴിയുന്ന അവരുടെ കുടുംബാംഗങ്ങൾ, മറ്റ് ജോലിക്കാർ, അത്രയും വരുന്ന ഒരു വിഭാഗത്തെ പ്രതിദാനം ചെയ്യുന്ന വലിയൊരു സംഘടനയാണത്. ഒരു കാലഘട്ടത്ത് നമ്മുടെ സ്ഥാപനത്തിൽ നമുക്ക് ഇന്ന് വ്യാപാരം ചെയ്യുവാൻ സാധിക്കാത്ത ഒരു കാലഘട്ടം ഉണ്ടായി. ശരിയായ രീതിയിൽ നമ്മൾ ബിസിനസ് നടത്തുകയാണെങ്കിൽ ആ സമയത്ത് ഏത് നിമിഷവും സെയിൽ ടാക്സ് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ കയറി വന്ന് ശല്യം ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി. എത്ര നന്നായി കൊണ്ടുപോയാലും ഇതിലൊക്കെ എന്തൊരു കുറ്റമുണ്ട്, ഇതിലൊക്കെ കംപ്ലൈൻ്റ് ഉണ്ട്, ഇതൊരു തട്ടിപ്പാണ് എന്ന രീതിയിലൊരു പെരുമാറ്റമായിരുന്നു. അതിനെല്ലാം അർത്ഥിലെത്തിയത് നമ്മുടെ ഈ മഹാനായ നേതാവാണ്. ശക്തമായ ഭാഷയിലുള്ള ഇടപെടൽ സ്വാതന്ത്ര്യം നേടിത്തന്നു ആ കാലഘട്ടത്തിൽ വ്യാപാരികളുടെ ഉന്നമനത്തിനും എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളിലും മുന്നിട്ട് നിന്ന മഹാനായ നേതാവായിരുന്നു നമ്മുടെ ഇടപെടലിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഹരീഷ് പുരുഷോത്തമൻ, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ, പെരുമ്പാവൂർ.